ഇത് നമുക്ക് അരമണിക്കൂർ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. ചിക്കനിൽ മസാല നല്ലതുപോലെ പിടിക്കട്ടെ, അരമണിക്കൂർ ഇരിക്കട്ടെ. ഓക്കെ, ഇല്ല അഭിപ്രായം എങ്ങനെ ചോദിച്ചു നോക്കാം. ഡേ എങ്ങനെയുണ്ട്? ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. ഒരു ദിവസത്തെ ലീവിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിതാ വളരെ കാലത്തിന് ശേഷം എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അനിയത്തിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ബിരിയാണി കൊതിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അച്ഛൻ, അമ്മ, എൻ്റെ അനിയൻ, അനിയത്തിയുടെ കുട്ടികൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും നല്ല പണിയിലാണ്. നോക്കിയേ, സാധനങ്ങളൊക്കെ അരിഞ്ഞു. ഇതേ ഹായ് അടിച്ചേ അമ്മ, ഒരു ഹായ് അടിച്ചേ ഉണ്ണി. പൊരിഞ്ഞ ഹായ്, എല്ലാവരും ഹായാണ്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അനിയത്തിയുടെ 2 കുട്ടികൾ, എൻ്റെ അച്ഛൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ പെൺപിള്ളേരൊക്കെ ഇവിടെ സാധനങ്ങളൊക്കെ അരിഞ്ഞുള്ള പരിപാടി നടക്കാം. ആദ്യം നമുക്ക് ചിക്കൻ റെഡിയാക്കുന്ന പരിപാടിയിലേക്ക് നോക്കാം. ചിക്കനൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കലവറയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോ ജീരകശാല അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിൽ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെക്കുന്ന പരിപാടിയാണ്. നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഡയറക്റ്റ് കുക്ക് ചെയ്യില്ല, ചിക്കൻ വറുത്തതിന് ശേഷം അങ്ങനെയാണ് ബിരിയാണിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അനിയത്തി ഒരുപാട് കഴിക്കണതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചിക്കനും ഇത്രയും അരിയൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മസാല തേക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, ഇനി മഞ്ഞൾപ്പൊടി ഇടുകയാണ്, ഗരം മസാല, ഈ കുരുമുളക്, നാടൻ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ, പാക്കറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതല്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാണ്. കുറച്ച് കോളിഫ്ലവർ പൊടി ആഡ് ചെയ്യാണ്. ഇനി ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പകുതി മുറിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി പോവാണ്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുള്ള ബിരിയാണിയുടെ കൂട്ടുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അമ്മ എന്നെ കുഴച്ചു, ഞാൻ കുഴക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ അമ്മ കുഴച്ചു. ഒന്നും കുഴപ്പമില്ല, അമ്മ എന്നെ കുഴക്കട്ടെ. ഇത് നമുക്ക് അരമണിക്കൂർ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. ചിക്കനിൽ മസാല നല്ലതുപോലെ പിടിക്കട്ടെ, അരമണിക്കൂർ ഇരിക്കട്ടെ. ഇത് നമ്മളുടെ പരിപാടി അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള, ഇത് 3ഉം എണ്ണയിൽ വറുത്തെടുക്കുന്ന പരിപാടിയാണ്. അവസാനം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമ്മളുടെ അരി ജീരകശാല അരിയാണ് നമ്മൾ 1.5 കിലോ എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് നമ്മളതൊന്ന് കുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ. ആ കുതിരുന്ന സമയത്ത് തന്നെ നമുക്കിതെല്ലാം വറുത്തെടുത്ത് എല്ലാം സെറ്റ് ആകുമ്പോഴേക്കും ചിക്കനും അരിയെല്ലാം ഒപ്പവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടിയിലേക്ക് കിടക്കാം. അതേ നമ്മുടെ അരി നമ്മൾ കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാനലിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്യാം കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കോരിയെടുക്കാം. അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ.
നമുക്കിനി സവാള ഫ്രൈ ചെയ്തെടുക്കാം. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മളത് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, ആ സമയം കൊണ്ട് അനിയത്തിനെ നമുക്ക് അരി കഴിപ്പിക്കാം. അനിയത്തി അരി കഴിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകട്ടെ. അപ്പോൾ നമുക്കവിടെ ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് 1 by 1 ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പം അമ്മ ചിക്കൻ്റെ പരിപാടി നടക്കുന്നുണ്ട്, വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അനിയത്തിനെ ഞാൻ പണിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളിത് സവാള ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മാത്രം വെറുതെ നിൽക്കുന്നു. ഒരു മീഡിയം ടൈപ്പ് ഫ്രൈ മാത്രം നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ ഗ്രേവിയും കൂടി ആക്കുന്ന സമയത്ത് അത് കറക്റ്റ് ഫ്രൈ ആയിട്ട് വരും. നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എണ്ണ ഫില്ലാവുന്ന രീതിയിൽ പരമാവധി ചിക്കൻ വെക്കണം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ എണ്ണ വേസ്റ്റ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുമോ ഇവിടെ മുഴുവൻ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കനും വറുത്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ സവോള ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ എണ്ണ ചൂടായതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക നമ്മൾ പൊട്ടിച്ചിട്ട് ആട്ടാ ഇടുന്നത്, എന്നാലേ അതിൻ്റെ സ്മെല്ല് കിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ചൊന്ന് പെരിഞ്ചീരകം ഇടുക കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുവിധം വഴറ്റി സവോള വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് തക്കാളി കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി നമ്മൾ ചിക്കനിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ എരിക്ക് അനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടുക.
ഉപ്പ് ആവശ്യത്തിന് ഇടുക കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ചിക്കനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കേട്ടോ. നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തിളപ്പിച്ച് വെള്ളം ആകണമെന്നുണ്ടെങ്കിൽ വീണ്ടും സമയം എടുക്കില്ല. അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ വീണ്ടും തിളച്ച് വരാനുള്ള ഒരു സമയം നമുക്ക് എടുക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വെള്ളമാണ് നമ്മൾ പൊഴിച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മളൊരു 3/4 ഭാഗം കുക്കാണ് ചിക്കൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് കുക്കിംഗ് ആവും കേട്ടോ. നമ്മൾ ചിക്കൻ അവിടെ റെഡി ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ. ഇനി ആ സമയത്ത് നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് നമ്മൾ വെള്ളം വെക്കണം. അപ്പോൾ അതിലേക്കുള്ള കൂട്ടുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയുണ്ട്. നമ്മൾ എണ്ണ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കറുവപ്പട്ട, കച്ചോലം, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം, ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു പട്ടയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 കിലോ എടുത്ത് അപ്പോൾ അതിൻ്റെ ഡബിൾ 3 ലിറ്റർ വെള്ളം ഒഴിക്കണം. നമ്മുടെ ആ പാത്രം കൊണ്ട് 2 പാത്രം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ 3 ലിറ്റർ ആവും. അപ്പോൾ അതുപോലെ നമ്മൾ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മളൊന്ന് അടുപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ചിക്കനിൽ ഉപ്പും എരിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ അവിടെ അരിയുടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി കുക്ക് ചെയ്യേണ്ടത് ഒരു 70 to 75% കുക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ്. അതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ആ ചൂട് കൊണ്ടിട്ട് അരി വേവുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നോക്കാം. അതൊന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് അരി ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അരി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് അരിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അരിയെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒരു 70 to 75% വേവായി കഴിഞ്ഞാൽ നമുക്കിത് നമ്മളവിടെ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ അരി ഒരു മീഡിയം ലെവലിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി പതുക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിൽ നമ്മുടെ സവാള ഫ്രൈ ചെയ്ത് എടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിനയില മല്ലിയില ഫുള്ളായിട്ടൊരു കളർഫുൾ ആയിക്കോട്ടെ, എല്ലാം കൂടെ വരുന്നോട്ടെ. ഇനി ഒന്ന് നമ്മുടെ അരി ഒട്ടിപ്പിടിക്കുക, അതായത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാണ്ട്. ഇനി കുറച്ച് പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്മെല്ലിന് ഓവറായിട്ടൊന്നുമില്ല, ഓവറായി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുത്ത് ഫീൽ ചെയ്യും നമുക്ക്. അതുകൊണ്ട് കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. ഇനി കുറച്ച് നമുക്ക് നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ നല്ല ടൈറ്റായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ മൈദി സാധനങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഇതിന് മേലെ എടുത്ത് വെച്ച് നല്ല ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതേ ഫുള്ള് അമ്മയുടെ വർക്കാണ്. ഇതേ വേർത്ത് കുളിച്ച് പാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ വെള്ളമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ അമ്മ പാവം ഫുള്ള് അമ്മയുടെ പണിയാണ്. അമ്മയ്ക്ക് നല്ല ടെൻഷനാണ്. കാരണം രണ്ടാമത്തെ തവണ മാത്രമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ വീട്ടിൽ. ഫസ്റ്റ് ടൈം ഞങ്ങളൊന്ന് സാമ്പിൾ അടിച്ചു, അതിന് ശേഷമാണ് ഇപ്പോൾ പറഞ്ഞ അനിയത്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ട് ശരിയാകുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എല്ലാവരും നന്നായിട്ട് വേർത്ത് കുളിച്ചിരുന്നു. ഞാൻ പണിയെടുത്തിട്ടല്ല, അമ്മ മാത്രം നന്നായിട്ട് വരച്ചു. ഞാനിവിടെ ചൂട് കൊണ്ട് എല്ലാം നിൽക്കുകയാണ് അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് നമുക്ക് സാധനം സെറ്റ് ചെയ്യാം. കുളിക്കിട്ട് അങ്ങനെ നിന്നിട്ട് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെയിറ്റൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ കഴിക്കാൻ വെയിറ്റ് ചെയ്യണം. നമ്മളിന്ന് ഹാളിലാണ് കഴിക്കുന്നത്. ഡൈനിങ് ടേബിളിൽ ആരും ഇരിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മെല്ലെ ഒന്ന് ഇറക്കി വയ്ക്കാം. വെയിറ്റ് ഉണ്ടോ തോന്നുന്നുണ്ട്. ചൂടുണ്ടല്ലോ ഈശ്വര. എടുക്കാൻ വേണ്ടി പോവാണ്. കമോൺ, വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് അവിടെ കൊണ്ടുപോകാം. ഓക്കെ, കമോൺ. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ റെഡി ആയിട്ട് തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മെല്ലെ ഒന്ന് തുറന്നു നോക്കാം. ദേ എല്ലാവരും ആകാംക്ഷയിൽ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. ദേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാവരും റെഡി ആയിട്ട് വെച്ചേക്കുക. ആകാംക്ഷയോടെ വിശപ്പോടെ കുറേ നേരം മെനക്കെട്ടിട്ടാണ് ദേ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഇതേ ഇരിക്കുന്നു. കുണ്ടൂസ് അനിയത്തിക്ക് വേണ്ടി സാധനം റെഡിയാക്കി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ തുറക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ദം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും ഒരാൾ കടന്നു വരൂ, ഓപ്പൺ ചെയ്യൂ. ആരെങ്കിലും ഒരു ചൂടുണ്ട്, മെല്ലെ തുറക്കുക കേട്ടോ. നമ്മുടെ ബിരിയാണി അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി. ഒരു സൈഡിൽ നിന്ന് എടുത്തോളൂ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആദ്യം അനിയത്തിക്ക് തന്നെ കൊടുക്കാം, അതാണ് നല്ലത്. ദേ ടോൺ 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 ഗുണ്ടുമണി. പോന്നോട്ടെ കുറച്ച് മതി എന്ന്. അവനൊരു വലിയൊരു കാല് കൊടുക്കണം.
കാല് റെഡി. അടുത്ത ആള്. അവന് കാല് കൊടുക്കും, പാവം, അവന് വിഷമം, കാലില്ല എന്നുണ്ട്. ആ കിട്ടി മോനെ. ഇനി നമ്മുടെ അച്ഛന് കൊടുക്കോ, അച്ഛന് കൊടുക്കോ. അപ്പം നമ്മുടെ ബിരിയാണിയുടെ പരിപാടി ഇത് അമ്മ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരും നല്ല പോളിങ്ങിലാണ്. ഇത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അത് അനിയത്തി എല്ലാവരും. അനിയത്തി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ചെമ്പ് മുഴുവൻ ഞങ്ങൾ അങ്ങോട്ട് നീക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ തലതാത്തിക്കൊണ്ടേ അലക്കണ്. അപ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാട്ടോ, ഇത് എങ്ങനെയുണ്ട് ബിരിയാണി, കാരണം അവൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ. അവളെ കൊണ്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം കേട്ടോ, ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിൽ അഭിപ്രായം എങ്ങനെ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി എന്ന് പറയുന്നത്. ഉണ്ണീസേ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടായി? ഇഷ്ടായി. ഉണ്ണിക്ക് ഇഷ്ടായിടാ? ആ അടിപൊളി. എൻ്റെ അമ്മയ്ക്കോ? ഇങ്ങോട്ട് നോക്കമ്മ. ആ ഇഷ്ടായില്ലേ? വിദേശത്തിൽ കൂടുതൽ നന്നായി. അച്ഛനാ? അടിപൊളി. അപ്പം ഞങ്ങൾ ഇന്ന് നൈറ്റ് ബിരിയാണിയോടെ ഒപ്പമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരുടെ അടുത്തും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ. ഒരു ബൈ കൊടുത്തച്ചാ. ബൈ. ഓക്കെ ബൈ ബൈ. ഓക്കെ.